Good evening and welcome. നിലമ്പൂരിലെ രാധയുടെ കൊലപാതകം. പോലീസ് അന്വേഷണം നിലമ്പൂർ സ്റ്റൈൽ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ ഇനി രാഷ്ട്രപതി ഭരണം. ലഫ്റ്റനന്റ് ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ശുപാർശ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. സർക്കാരുണ്ടാക്കാനില്ലെന്ന് ബിജെപി. സോണിയാഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. സുധീരനെ നിശ്ചയിച്ചത് മുൻകൂട്ടി അറിയിക്കാത്തതിൽ അതൃപ്തി അറിയിച്ച് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. നിലമ്പൂർ പാർട്ടി ഓഫീസ് കൊലപാതകത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ ചോദ്യം ചെയ്യണമെന്ന് പിണറായി വിജയൻ. ആര്യാടൻ മുഹമ്മദ് രാജിവെക്കണമെന്ന് VS. പ്രതിഷേധ പ്രകടനക്കാർക്ക് നേരെ കോൺഗ്രസുകാരുടെ കയ്യേറ്റം. നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ TN സീമയും KK ശൈലജയും കുത്തിയിരിപ്പ് സമരം നടത്തി. കേസന്വേഷണത്തിൽ വഴിത്തിരിവായേക്കാവുന്ന നിർണായക മൊഴി പോലീസ് അവഗണിച്ചെന്ന് ദൃക്സാക്ഷി മീഡിയ വണ്ണിനോട്. അണ്ടർ-19 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം 40 റൺസിന്. സഞ്ജു സാംസന് അർദ്ധ സെഞ്ചുറി. വെല്ലിംഗ്ടൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മേൽക്കൈ. ഇന്ത്യ മികച്ച ലീഡിലേക്ക്. അജിങ്ക്യ രഹാനെയ്ക്ക് കന്നി ടെസ്റ്റ് സെഞ്ചുറി. നിലമ്പൂരിൽ രാധയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതികളെ ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. രാധയുടെ മൊബൈൽ സിം കണ്ടെത്തിയ വാണിയമ്പലത്ത് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇതിനിടെ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയ മന്ത്രി ആര്യാടൻ മുഹമ്മദിന് നേരെ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രതികളായ ബിജു നായരെയും ഷംസുദ്ദീനെയും കൊണ്ട് പോലീസ് വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും തെളിവെടുപ്പ് നടത്തിയത്. രാധയുടെ മൊബൈൽ സിം കളഞ്ഞ സ്ഥലം ബിജു പോലീസിന് കാണിച്ചു കൊടുത്തു. പോലീസ് നടത്തിയ തെരച്ചിലിൽ അങ്ങാടിപ്പുറം വലിയ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് സിം കണ്ടെടുത്തു. തുടർന്ന് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് 2 പേരെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനിടെ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയ ആര്യാടൻ മുഹമ്മദിന് നേരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. കരിങ്കൊടി കാണിച്ച വനിതകളെ ആര്യാടനൊപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കഴിഞ്ഞ ദിവസം 4 പേരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ഇന്ന് 3 പേരിൽ നിന്നുകൂടി വിവരങ്ങൾ ശേഖരിച്ചു. ഇതിലൊരാൾ NGO അസോസിയേഷൻ ജില്ലാ ഭാരവാഹിയും മറ്റൊരാൾ മുൻ സർക്കാർ ഉദ്യോഗസ്ഥനുമാണ്. മീഡിയ വൺ മലപ്പുറം. നിലമ്പൂരിലെ രാധ കൊലക്കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവാകുമായിരുന്ന നിർണായക മൊഴി പോലീസ് അവഗണിച്ചു. രാത്രിയിൽ മൃതദേഹം കൊണ്ടുപോയ വാഹനത്തിനെ മറ്റൊരു വാഹനം അനുഗമിച്ചുവെന്ന് സമീപത്ത് താമസിക്കുന്ന ടാപ്പിംഗ് തൊഴിലാളി നൽകിയ മൊഴിയാണ് പോലീസ് അവഗണിച്ചത്. മൃതദേഹം കണ്ടെത്തിയ ചുള്ളിയോട്ടെ കുളത്തിന് സമീപം താമസിക്കുന്ന സുകുമാരൻ സംഭവ ദിവസം ലോക്കൽ പോലീസിന് മൊഴി നൽകിയെങ്കിലും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ മൊഴി മുഖവിലക്കെടുത്തില്ല. പോലീസിന് നൽകിയ മൊഴി സുകുമാരൻ മീഡിയ വണ്ണിനോടും പങ്കുവച്ചു. 5-ാം തീയതി രാത്രി ഷംസുദ്ദീന്റെ ഓട്ടോ ടെമ്പോയിൽ കൊണ്ടുവന്ന മൃതദേഹം കുളത്തിൽ താഴ്ത്തി എന്നാണ് പ്രതി ബിജു നായർ പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴി വിശ്വസിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ മൃതദേഹം കണ്ടെത്തിയ കുളത്തിന് സമീപം ഏകദേശം 300 മീറ്റർ അകലത്തിൽ താമസിക്കുന്ന സുകുമാരൻ എന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയിരുന്നു. കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവാകുമായിരുന്ന ഈ വെളിപ്പെടുത്തൽ പക്ഷേ പോലീസ് പരിഗണിച്ചതേയില്ല. പോലീസിന് നൽകിയ മൊഴി സുകുമാരൻ അതേപടി ആവർത്തിക്കുന്നു. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. രാത്രി 2 മണിക്ക് ശേഷം ഉണർന്നിരിക്കുന്ന സ്വഭാവമുണ്ട്. 3 മണിക്ക് ശേഷം ടാപ്പിങ്ങിന് പോകുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഇതുപോലെ പതുപോലെ ഒരു 2:15 ഞാൻ കതക് തുറന്ന് വരുമ്പോൾ മൂത്രമൊഴിക്കാൻ എണീറ്റ് വരുമ്പോൾ ഒരു വാഹനം ജസ്റ്റ് ഇതിലിങ്ങനെ വരുന്നു കാണുന്നു. നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. ആ വാഹനം ഈ വഴിക്ക് ഇങ്ങനെ വളരെ പതുക്കെ വരുന്നു. ഇവിടെ വന്നിട്ട് ആ വാഹനം ഓഫാകുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്നൊരു വാഹനം ഓഫായി കഴിഞ്ഞപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. അതിന് പുറകെയായിട്ട് അടുത്തൊരു വാഹനം വരുന്നു. അങ്ങനെ 2 വാഹനം ആ സമയത്ത് ഇതിലെ അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. അത് കാറാണെന്നുള്ള നിഗമനമാണ്. അല്ലെങ്കിൽ പിന്നെ കളറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈറ്റിനോട് സാമ്യമുള്ളൊരു കളറാണ്. എന്താണെന്നുള്ള കറക്റ്റ് അറിയില്ല. അങ്ങനെ 2 വാഹനം ഇതിൽ പോയി ഒരു 15 മിനിറ്റ് ശേഷത്തിന് ആ വാഹനം തിരിച്ചു പോയിട്ടില്ല. സംഭവം പുറത്തായ അന്ന് തന്നെയാണ് ലോക്കൽ പോലീസിന് സുകുമാരൻ ഈ മൊഴി നൽകിയത്. എന്നാൽ IG S ഗോപിനാഥിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഈ മൊഴി അവഗണിച്ചു. കണ്ട കാര്യങ്ങൾ ഇപ്പം ഈ മീഡിയയ്ക്ക് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അവരോട് പോലീസുകാരോട് ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. അവരത് എഴുതി ചേർക്കുകയും ചെയ്തു. അതിന് ഒപ്പിട്ട് മേടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അന്വേഷണങ്ങളും ഉണ്ടായിട്ടില്ല. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന ആരോപണം ബലപ്പെടുത്തുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. അതിനിടെ രാധയെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് ഓഫീസിൽ വെച്ചല്ല എന്ന സംശയവും ഉയർന്നു വന്നിട്ടുണ്ട്. ജലീൽ പടന്ന, മീഡിയ വൺ, മലപ്പുറം. നിലമ്പൂരിലെ യുവതിയുടെ ദാരുണമായ കൊലപാതകത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആര്യാടൻ മുഹമ്മദ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. സ്വയം രാജിവെച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ
മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും തയ്യാറാവണം. യുവതി കോൺഗ്രസ് ഓഫീസിലെ മാത്രമല്ല, ആര്യാടൻ മുഹമ്മദിന്റെ ഓഫീസിലെയും ജീവനക്കാരിയാണ്. ഉന്നതർ അറിയാതെ കൊലപാതകം നടക്കില്ലെന്ന യുവതിയുടെ സഹോദരന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നുവെന്നും VS പ്രസ്താവനയിൽ പറഞ്ഞു. നിലമ്പൂർ രാധ കൊലക്കേസിൽ ആര്യാടൻ ഷൗക്കത്തിനെ ചോദ്യം ചെയ്യണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പ്രമാണിയല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടാൻ കഴിയില്ല. അത് വ്യക്തമാണല്ലോ. ഗവൺമെന്റ് ഇത് കോൺഗ്രസ് ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാവുന്നൊരു നിലയിലുള്ള ഇടപെടൽ തുടക്കം മുതലുണ്ടായി. അതായത് മരണം പുറത്തറിയുന്നതിന് മുൻപ് തന്നെ അങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായോ എന്ന സംശയമാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഉയർന്നു വരുന്നത്. മലപ്പുറം DCC സെക്രട്ടറി NA കരീം, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു, ശ്രീരാമകൃഷ്ണൻ MLA, K സുരേന്ദ്രൻ BJP നേതാവ് ഇവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം NA കരീമിലേക്ക്. ശ്രീ NA കരീം, ഇന്ന് സുകുമാരൻ മീഡിയ വണ്ണിന് നൽകിയ മൊഴി കേസന്വേഷണം സംബന്ധിച്ച് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ കെട്ടുകഥകളാണെന്ന് തെളിയിക്കുന്നവയാണ്. ഇത് സമ്മതിക്കുമോ? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യമായ അന്വേഷണങ്ങൾ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സുതാര്യമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഈ ആക്ഷേപങ്ങൾ വെറും വാചക കസരത്തുകൾ മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം, നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് എൻ്റെ പാർട്ടിയും കേരള സംസ്ഥാന ഗവൺമെൻറ്റും. ശ്രീ NA കരീം, നിഷ്പക്ഷമായ അന്വേഷണം മരീചികയാവും എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമാണ് സുകുമാരൻ ലോക്കൽ പോലീസിന് നൽകിയ മൊഴി. ഇനിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയോ പുതുതായി വന്ന അന്വേഷണ സംഘം സുകുമാരനിൽ നിന്ന് മൊഴിയെടുക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്തത് ഇത് അന്വേഷണം ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ സംശയിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ യഥാർത്ഥ പ്രതിയെ പോലീസ് ഐഡന്റിഫൈ ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കൂട്ടുപ്രതിയായിട്ടുള്ളയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഇനി മറ്റു പ്രതികൾ ഉണ്ടെങ്കിൽ, അതുപോലെ മറ്റൊരു വാഹനം അതിന്റെ പേരിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ടല്ലോ. നടത്തട്ടെ. ആർക്കാ എതിർപ്പുള്ളത്? ആർക്കും എതിർപ്പില്ലല്ലോ. അത് ഗൗരവതരമായി തന്നെ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം CI അന്വേഷണം നടത്തി. CIയുടെ അന്വേഷണം പോരാ എന്നുള്ള ആക്ഷേപം വന്നു. ആക്ഷേപം വന്നപ്പോൾ അതിന്റെ മേലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. വളരെ സുതാര്യമായ രീതിയിലല്ലേ ഗവൺമെന്റ് ഈ കാര്യത്തെ കാണുന്നത്? പ്രത്യേകിച്ച് എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇതിൽ യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമല്ല, ഇതിൽ എത്ര ഉന്നതന്മാരുണ്ടെങ്കിലും ആ ഉന്നതന്മാരെ കണ്ടെത്തിക്കൊണ്ടുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് എൻ്റെ പാർട്ടി. ശ്രീരാമകൃഷ്ണൻ, NA കരീം ഇവിടെ പറയുന്നത് സുതാര്യമായ അന്വേഷണമാണ് നടക്കുന്നത്. തുടരന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ പുതിയ അന്വേഷണ സംഘം അത് നടത്തും. എത്ര ഉന്നതരുണ്ടെങ്കിലും ഈ കേസിൽ അവർ വെളിച്ചത്ത് വരും, അവർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് NA കരീമിന്റെ വാദം. ഇത് വിശ്വസിക്കാമോ? അല്ല, ശ്രീ NA കരീമിന്റെ വാദവും അദ്ദേഹത്തിന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാവുമെന്ന് കഴിഞ്ഞ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിയാവുന്നില്ല. ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ ഇന്ന് കൊണ്ടുവന്ന മീഡിയ വണ്ണ് തന്നെ പുറത്തു കൊണ്ടുവന്നൊരു വാർത്ത, ലോക്കൽ പോലീസിന്റെ മുൻപാകെ കൊടുത്തിരുന്ന ഒരു മൊഴി അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല എന്നാണ്. ആരാണ് അതിന് തടസ്സം? ഒരു നിർണായകമായ കൊലക്കേസിൽ ഏറ്റവും അതിന് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു മൊഴിയാണല്ലോ അത്. ഒരൊറ്റ ഓട്ടോറിക്ഷ മാത്രമായിരുന്നില്ല, മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു, അത് അകമ്പടി ചെയ്യിച്ചിരുന്നു, അവർ കാത്തിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്താനുള്ള ബാധ്യത പോലീസിനുണ്ടല്ലോ. അപ്പൊ ലോക്കൽ പോലീസിന്റെ കയ്യിൽ കൊടുത്ത മൊഴി അവർ കൊടുക്കാതിരിക്കുകയും അത് ഒളിച്ചു വെക്കുകയും ചെയ്യുന്നതിന്റെ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിച്ചോ? CIയും മാറ്റി നിർത്തിയെന്ന് സർക്കാർ തീരുമാനിച്ചതിന് ശേഷവും ആ രണ്ടുപേരും അന്വേഷണ സംഘത്തിന്റെ കൂടെ എതിരായിട്ട് നടപടി സ്വീകരിച്ചോ? മൊഴിയെടുക്കാൻ പരസ്യമായി പോയി നിലപാട് സ്വീകരിച്ച CIക്കെതിരായിട്ട് സ്ഥലം മാറ്റമല്ലാതെ എന്ത് നടപടി സ്വീകരിച്ചു? എന്തിന് കോൺഗ്രസ് നേതാക്കന്മാർ മൊഴിയെടുക്കുന്നിടത്ത് പോയി ഇടപെട്ടു? ഇതൊക്കെ നാട്ടിലുള്ള ആളുകൾക്ക് സംശയം ഉണ്ടാക്കിയില്ലേ? കരീം ഇങ്ങനെ പറയുന്നത് ശരിയാണ്, പക്ഷേ പ്രായോഗികമായിട്ട് വരുമ്പോൾ അങ്ങനെ അതിലോ സംഭവിക്കും. ഇത് ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമല്ലേ? ശ്രീരാമകൃഷ്ണൻ, ദയവായി തുടരുക.
അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ കേസിൽ തുടക്കം മുതൽ പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ അല്ലെങ്കിൽ പോലീസ് മാധ്യമങ്ങളോട് പങ്കുവച്ച വിവരങ്ങൾ മുഴുവൻ സംശയജനകമായിരുന്നു എന്ന് തെളിയുകയാണ് ഇന്ന് മീഡിയ വൺ സുകുമാരൻ്റെ മൊഴി പുറത്തുവിടുന്നതിലൂടെ. കാരണം പ്രതികൾ പറഞ്ഞു എന്ന് പോലീസ് പറയുന്ന കൊലപാതകത്തിൻ്റെ മോഡസ് ഓപ്പറാണ്ടി ജനനിബിഡമായ നിലമ്പൂർ ടൗണിലെ ഹോസ്പിറ്റൽ റോഡിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ പട്ടാപ്പകൽ കൊലപാതകം നടത്തുന്നു. ഉച്ചയ്ക്ക് ഏകദേശം ഉച്ചയോടുകൂടി മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ കുളത്തിന് തൊട്ടരികിലുള്ള ഒരു വീട്ടിലെ വിറകിനടുത്ത് ഈ ചാക്കുകെട്ട് സൂക്ഷിക്കുന്നു. പിന്നീട് രാത്രി ഓട്ടോ ടെമ്പോയുമായി എത്തി ഈ ചാക്കുകെട്ട് കുളത്തിൽ നിക്ഷേപിക്കുന്നു. വളരെ വിചിത്രമായി തോന്നുന്ന തികച്ചും അവിശ്വസനീയമായ വിവരങ്ങളാണ് തുടക്കം മുതൽ പോലീസ് അന്വേഷണ സംഘം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സുകുമാരൻ്റെ മൊഴി പ്രകാരം ഇദ്ദേഹം നൽകിയ മൊഴി ലോക്കൽ പോലീസ് നൽകിയിരുന്നു. ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിരുന്നു ലോക്കൽ പോലീസ് എന്ന് അദ്ദേഹം പറയുന്നു. പുതിയ അന്വേഷണ സംഘം വന്നിട്ട് ഈ മൊഴി എടുക്കാൻ പോലും തയ്യാറായില്ല. എങ്ങനെ കാണുന്നു താങ്കൾ ഈ കേസ് അന്വേഷണത്തെ? തികച്ചും ദുരൂഹമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ കേസിൻ്റെ വസ്തുതകൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. പുറത്തു വന്ന വസ്തുതകളുടെ ദുരൂഹതയേക്കാളും ദുരൂഹമായിട്ടുള്ളതാണ് ഇതിൻ്റെ അന്വേഷണ രീതി എന്നാണ് ഇപ്പോൾ വിശദീകരിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇപ്പോൾ സംഭവത്തെക്കുറിച്ച് നേരിട്ട് വിവരം പറയാൻ കെൽപ്പുള്ള സുകുമാരൻ എന്ന ഒരാൾ ദൃക്സാക്ഷിയല്ലെങ്കിലും സംഭവത്തിന് ശേഷം മൃതദേഹം സംസ്കരിക്കുവാനോ മൃതദേഹം ഒളിപ്പിക്കുവാനോ നടത്തിയ ശ്രമത്തിൻ്റെ അദ്ദേഹത്തിന് മനസ്സിലായ ചില വിവരം അത് പങ്കുവെക്കാനായിട്ട് ലോക്കൽ പോലീസുമായിട്ട് തയ്യാറായി. അപ്രകാരം തയ്യാറായി വന്നയാളെ പിന്നീട് എൻ്റർടൈൻ ചെയ്യാൻ പോലും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല. അത് തികച്ചും ദുരൂഹമായിട്ടുള്ള സാഹചര്യമാണ്. ഇവിടെ കരണീയമായിട്ടുള്ളത് ഈ പോലീസ് ഇപ്പോൾ ഒരു തൊപ്പി കണ്ടുവച്ചു, 2 പ്രതികളെ ഉണ്ടാക്കി എന്നുള്ളതല്ല ഇരിക്കട്ടെ. ഈ സുകുമാരൻ്റെ മൊഴി കൂടി പരിശോധിച്ച് സുകുമാരൻ പറഞ്ഞതിൻ്റെ ഒരു സാധ്യത റൂൾ ഔട്ട് ചെയ്യാനുള്ള വേണ്ടിയിട്ടെങ്കിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലേ? അതായിരുന്നല്ലോ ഒരു ഏറ്റവും ശാസ്ത്രീയവും ചിട്ടപ്രകാരമുള്ള അന്വേഷണം എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് കുറ്റപത്രം വരുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ ജനത്തെ കൂടി വിശ്വാസത്തിലെടുത്തും സമീപ പ്രദേശത്ത് ഇപ്പോൾ തിരക്കേറിയ നഗരത്തിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നതെന്ന് പറയുന്നു. ഉയരത്തിലുള്ള ഒരു ഓഫീസിൽ നിന്നും താഴെ ഈ മൃതദേഹം ചാക്കുകെട്ട് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും സമീപവാസികളുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നഗരത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ആളുകൾ എങ്ങനെ ശ്രദ്ധിക്കപ്പെടും? ഇതെല്ലാം നമ്മുടെ കോമൺ സെൻസിന് ഉണ്ടാകുന്ന കാര്യം. സാമാന്യ മനുഷ്യരുടെ കോമൺ സെൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ തിയററ്റിക്കലായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മറ്റാരെയോ രക്ഷിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തോ സംഭവം മറച്ചു വയ്ക്കുവാനോ നടത്തുന്ന ശ്രമങ്ങളല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. റൈറ്റ്. ശ്രീ എൻ എ കരീം, ഇവിടെ മീഡിയ വൺ നടത്തിയ സ്വതന്ത്രമായൊരു അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു ദൃക്സാക്ഷി ഒരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു എലമെൻ്റാണ് മൃതദേഹം കിണറ്റിൽ കൊണ്ടുപോയി തള്ളാൻ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു ദൃക്സാക്ഷിയുടെ സാന്നിധ്യം. ഇത് അവഗണിക്കാൻ മാത്രം എന്ത് മറ്റ് ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ളത്? എന്തുകൊണ്ടാണ് താങ്കൾ ഇതിനെ സുതാര്യമായ അന്വേഷണമാണെന്ന് നിരന്തരം അവകാശപ്പെടുന്നത്? ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണൻ MLA ആശങ്ക പ്രകടിപ്പിച്ചു അന്വേഷണത്തെക്കുറിച്ച്. അന്വേഷണത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ എന്തിന് ചോദ്യം ചെയ്യുന്നിടത്ത് പോയി എന്നാണ് ചോദ്യം. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമത് IG-യും ADGP-യും അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, രഹസ്യമൊഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ മുന്നേ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് മെമ്പറായ ശ്രീമതി തങ്കം ടീച്ചർ അവിടെ ചോദ്യം ചെയ്യുമ്പോൾ നിൽക്കുകയാണ്. അവരെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അവരെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അന്വേഷണം സുതാര്യമായി നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനവും വേണം. ബഹുമാനപ്പെട്ട ഉദയഭാനു വക്കീൽ അദ്ദേഹം സൂചിപ്പിച്ചു, അദ്ദേഹം പറഞ്ഞത് ഇത് ഇത്തരത്തിലുള്ള ഒരു തെളിവ് കൊടുത്തിട്ടുള്ള ഒരു തെളിവിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് വിധേയമാക്കണ്ടേ എന്നാണ്. കോടതിയിൽ വരുന്നത് മറ്റൊരു കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, മൂന്നാമൻ ആര് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വാഹനമുണ്ടോ? ഉണ്ടെങ്കിൽ ആ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തണം. ആ വാഹനം കണ്ടെത്തണം. ആ വാഹനം കണ്ടെത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടി ഉണ്ടാവണം. അത് പോലീസ് ഇടപെട്ടുകൊണ്ട് അന്വേഷിക്കേണ്ടതാണ്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസമില്ല. അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തിയത് കണ്ടെത്തേണ്ടതുണ്ട്. ശ്രീ എൻ എ കരീം, താങ്കളുടെ ഒരു പ്രായത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞു കെട്ടി പകൽ സമയത്ത് ഒരു പെട്ടിയോട്ടയിൽ കയറ്റുക എന്നത് സംഭവ്യമാണോ? കാരണം ചാക്കുകെട്ടിനുള്ള വസ്തുവിനെ കുറിച്ച് ഏകദേശ ധാരണ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകും. ഇത്രയും അവിശ്വസനീയമായ കഥകൾ
പോലീസ് പറയുമ്പോൾ അതെല്ലാം നാട്ടുകാർ വിശ്വസിക്കണമെന്ന് വാശി പിടിക്കാമോ? ഇവിടെ അത്തരത്തിലുള്ളൊരു തെളിവാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ചാക്കിൽ കെട്ടിയുള്ള മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റുന്നത് എങ്ങനെ? ഒരുപാട് ആക്ഷേപങ്ങൾ വന്നല്ലോ. ഒരു 2 പേർക്ക് എങ്ങനെ ഈ മൃതദേഹം കയറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ക്രൂരന്മാരായിട്ടുള്ള 2 കൊലപാതകികൾ കൊലപ്പെടുത്തിയിട്ടുള്ള മൃതദേഹത്തോട് ആദരവുണ്ടാകുന്നത് എപ്പോഴാണ്? മൃതദേഹത്തോട് ആദരവുണ്ടാകുന്നത് മൃതദേഹത്തെ ബഹുമാനിക്കുന്ന ആളുകളാണ്. ഇത്തരം ക്രൂരന്മാരായിട്ടുള്ള കൊലപാതകികൾക്ക് എന്തിന് മൃതദേഹത്തെ ബഹുമാനം കാണിക്കണം? അപ്പൊ സ്വാഭാവികമായും ഈ 2 ആളുകൾ മൃഗീയമായി നടത്തിയിട്ടുള്ള ഈ കൊലയുടെ ഉത്തരവാദിത്വത്തിൽ അവർ ചെയ്തിട്ടുള്ള നടപടികൾ അതിനല്ല എന്ന് സംശയിക്കാനുള്ള മാർഗം എന്താ? അല്ല എന്ന് സംശയിക്കാൻ നമ്മൾ എന്തിനാ വാശി പിടിക്കുന്നത്? ശ്രീരാമകൃഷ്ണൻ, ഇവിടെ എൻ എ കരീം ഉന്നയിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം ഇവർ സ്വയം കുറ്റം ഏറ്റെടുത്തിരിക്കുന്നു. തങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ എല്ലാ ക്രൂരതകളോടും കൂടി തന്നെ ആ കുറ്റം ചെയ്തത്, ആ മൃതദേഹം ഒളിപ്പിച്ചതെല്ലാം തങ്ങളാണ് സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് VS അച്യുതാനന്ദൻ ആര്യാടൻ മുഹമ്മദിന്റെ രാജി ആവശ്യപ്പെടുന്നത്? പിണറായി വിജയൻ ആര്യാടൻ ഷൗക്കത്തിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്? അല്ല, ഇതിൽ ഉയർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ ദുരൂഹ സാഹചര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ സത്യസന്ധമായ വിവരങ്ങൾ പുറത്തു ലഭിക്കുന്നതിന് വേണ്ടിയാണ് അത് ആവശ്യപ്പെട്ടത്. അതിലൊരു പുതുമയുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ പറഞ്ഞല്ലോ, നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസ് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് കരീമിനും എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. പട്ടാപ്പകൽ 11 മണിക്ക് ചാക്കിൽ കെട്ടിയിട്ട് മൃതദേഹം കൊണ്ടുവന്നിട്ട് ഒരു കുട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയാൽ ഒരു ഓട്ടോറിക്ഷ നിന്നാൽ ബ്ലോക്ക് ആവുന്ന റോഡാണത്. ഇത് ജനങ്ങൾ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പട്ടാപ്പകൽ ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? അതിന് ധൈര്യം കിട്ടുമോ? അത് ഇനിയിപ്പോ അവരത് മൊഴി കൊടുത്തു. ആ കൊടുത്ത മൊഴി തൊണ്ട തൊടാതെ വിഴുങ്ങലാണോ പോലീസിന്റെ പണി? അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടുന്ന ഒരു ക്ലൂ ആണല്ലോ ഇന്ന് പുറത്തു വന്നത്, മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നത്. അത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് വസ്തുതയാണല്ലോ. ആ വസ്തുത എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് ലോക്കൽ പോലീസ് ആ മൊഴി കൈമാറിയില്ല? ആരായിരുന്നു തടസ്സം? അത് കൈമാറാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നടപടി സ്വീകരിച്ചോ? അപ്പൊ ഞാൻ പറയുന്നത് ഇക്കാര്യത്തിൽ ആളുകളോട് ഇങ്ങനെ നമ്മൾ പ്രസംഗം നടത്തുകയല്ലോ, വിശ്വാസ്യത വേണമല്ലോ. ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ പെട്ടെന്ന് ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് എങ്ങനെ? ഇവിടെ നാട്ടിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ നടന്നതിന് ശേഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വാടകയ്ക്ക് ഏറ്റെടുക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ധാരാളം ഉണ്ടാവും. അവർക്ക് നല്ല രാഷ്ട്രീയ സംരക്ഷണവും കേസിൽ നിന്ന് വിട്ടുവരാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനൊക്കെ ആളുണ്ടാവും. അങ്ങനെ ഏറ്റെടുക്കുന്ന അതേപോലെ വിഴുങ്ങലല്ല പോലീസിന്റെ പണി. യഥാർത്ഥത്തിൽ ഇതിൽ മറ്റെന്തെങ്കിലും പ്രതികളുണ്ടോ, വേറെ ആരുടെയെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് പിറകെ പോകലാണ്. ആ പിറകെ പോകുന്ന പണി നടത്തേണ്ട പോലീസ് അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വളരെ യാദൃശ്ചികമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീരാമകൃഷ്ണൻ, കെ സുരേന്ദ്രൻ BJP നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. കെ സുരേന്ദ്രൻ, സ്ത്രീകൾക്കെതിരായി രാഷ്ട്രീയ നേതൃത്വമോ രാഷ്ട്രീയ പ്രവർത്തകരോ പ്രതികളായി വരുന്ന നിരവധി കേസുകൾ, കൊലപാതകവും ബലാത്സംഗവും പീഡനവും ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിലമ്പൂർ സംഭവത്തിലും ഒരു സംഭവമുണ്ടായി, മൃതദേഹം കണ്ടെടുത്ത ഉടനെ തന്നെ പ്രതികളെ കണ്ടെത്തുന്നു. ആ പ്രതികൾ സ്വയം കുറ്റം ഏറ്റെടുക്കുന്നു. കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസന്വേഷണമാണിത്. പ്രതികൾ ഉടൻ പിടികൂടുന്നു, ഉടൻ അവർ കുറ്റം ഏറ്റെടുക്കുന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഒരിക്കലല്ല. ആദ്യ ദിവസം മുതൽക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഏതെങ്കിലും ഒരാൾ കുറ്റം ചെയ്തിട്ട് ആ കുറ്റം 2 സ്പോൺസേർഡ് പ്രതികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ് ഒന്നും അന്വേഷിക്കേണ്ടതില്ലെന്നാണോ? പോലീസ് ഒരു കള്ളക്കഥയുണ്ടാക്കി ആ കഥയ്ക്കനുസരിച്ച് 2 പ്രതികളെ സൃഷ്ടിച്ച് അതനുസരിച്ച് കേസന്വേഷണം നടത്താൻ കേരള പോലീസിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ കുറ്റം നടത്തിയിരിക്കുന്നത് ഈ 2 പ്രതികളല്ലെന്ന് സംശയിക്കാവുന്ന തെളിവുകളും സംശയിക്കാവുന്ന ന്യായങ്ങളുമാണ് നിലമ്പൂർ കേസിലുള്ളത്. ഒന്ന്, സംഭവം നടന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള തർക്കം ഇപ്പൊ നിൽക്കുന്നു. രാധയുടെ സഹോദരൻ തന്നെ പറയുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെയും അതുപോലെ തന്നെ മറ്റൊരു ബന്ധുവിന്റെയും പങ്ക് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ടതാണ്. നിരവധി ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഈ 2 പ്രമുഖരെ ആര്യാടൻ മുഹമ്മദിനെയും ആര്യാടൻ ഷൗക്കത്തിനെയും ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഈ സ്ത്രീ ഉന്നയിച്ചതായിട്ട് നാട്ടിൽ പരക്കെ സംസാരമുണ്ട്. കൊലപാതകം നടന്നിട്ട് ഓടിയെടുത്തു കൊണ്ടുപോയ വാഹനത്തെ സംബന്ധിച്ചുള്ള ശക്തമായിട്ടുള്ള തർക്കം പോലീസിലെ ഒരു വിഭാഗത്തിൽ തന്നെ ഉയർന്നിരിക്കുന്നു. ഗുഡ്സ് വണ്ടിയിലല്ല, ഒരു വിദേശ നിർമ്മിത കാറിലാണ് ജഡം കൊണ്ടുപോയതെന്ന് സംബന്ധിച്ചുണ്ട്. പോലീസ് ആദ്യം പറഞ്ഞ കഥകളെല്ലാം തെറ്റാണെന്ന് വന്നിരിക്കുന്നു. മാത്രമല്ല, പോലീസിന് എന്തോ വ്യഗ്രതയുണ്ട്. ഇങ്ങനെ ഒരു പിന്നെ ആ കേസ് അന്വേഷിക്കാൻ മൊഴിയെടുക്കാൻ പോയ CI പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരെ വട്ടമേശയ്ക്ക് ചുറ്റിയിരുന്നിട്ട് പിന്നെ തെളിവെടുപ്പ് നടത്താൻ പോയി. അവസാനം കേരള പോലീസിന് തന്നെ അയാൾ അവിടുന്ന് മാറ്റേണ്ടി വന്നു. ഇപ്പോ ഒരു IG അന്വേഷിക്കുന്നു, ഗോപിനാഥ്. അത് കോൺഗ്രസിന്റെ വളരെ പോക്കറ്റിലിരിക്കുന്ന ഒരു IG ആണെന്ന് ആർക്കും ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം.
അപ്പൊ ഇതിൽ ഉന്നതന്മാരെ സംരക്ഷിക്കാനുള്ള പ്രകടമായിട്ടുള്ള നീക്കം ആദ്യ ദിവസം മുതൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാധ്യമങ്ങളും ഞങ്ങൾ പൊതുപ്രവർത്തകരും എല്ലാവരും ഇതിനെ ശക്തമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒന്നും തെളിയാനില്ലെങ്കിൽ, ഒന്നും പേടിക്കാനില്ലെങ്കിൽ ആര്യട മുഹമ്മദ് ചോദ്യം ചെയ്യലിന് എന്താ വിധേയമാവാത്തത്? അവർ പറയണ്ടേ ധൈര്യമായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്തോളും. അവർ പറയുന്നില്ലല്ലോ. കുറ്റമറ്റ അന്വേഷണമാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതെല്ലാം ക്രമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. പോലീസിന്റെ അന്വേഷണം ഇതുപോലെയാണോ നടക്കേണ്ടത്? അപ്പോ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം അതിന്റെ യഥാർത്ഥ മെറിറ്റിൽ കണ്ടുപിടിക്കാനാണ് പോലീസ് അന്വേഷണം. ഇവിടെ കുറ്റവാളികളെ രക്ഷിക്കാനാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. അതാണ് സത്യം. രാധയെ കൊന്നത് ഈ 2 പ്രതികളല്ല എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അത് ഗവൺമെന്റിന് മാത്രമേ ബോധ്യമാവാത്തുള്ളൂ. ആര്യാടൻ മുഹമ്മദിനെ പോലെ ആര്യാടൻ ഷൗക്കത്തിനെ ഇത്രയും സ്വാധീന ശക്തിയുള്ള 2 പേരുടെ ഓഫീസിൽ, 3 ഓഫീസിൽ, ആര്യാടൻ മുഹമ്മദ് MLA യുടെ ഓഫീസിൽ, ഷൗക്കത്തിന്റെ ഓഫീസിൽ, മറ്റൊരു ബന്ധുവിന്റെ ഓഫീസിൽ കഴിഞ്ഞ 10-11 വർഷമായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ മരിച്ചിട്ട്, കൊലപാതകം നടന്നിട്ട് അവരതിനെക്കുറിച്ച് നടത്തിയ അവരുടെ പെരുമാറ്റം, അവരതിന് ശേഷം നടത്തിയ നടപടികൾ, ഇതെല്ലാം സംശയാസ്പദമാണ്. എന്തുകൊണ്ട് അവരാരും രംഗത്ത് വന്നില്ല? 5 ദിവസം മിസ്സിംഗ് ആയിട്ട് രാധയെ കണ്ടുപിടിക്കാൻ ഷൗക്കത്തോ ആര്യാടൻ മുഹമ്മദോ രംഗത്ത് വന്നില്ല. ഞങ്ങളുടെയൊക്കെ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഒരു സ്ത്രീ കാണാതായതെങ്കിൽ ഞങ്ങൾ ആദ്യം പോലീസിനെതിരെ ശക്തമായിട്ട് രംഗത്തിറങ്ങും. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോൾ ഈ കേസിൽ പോലീസ് പുറത്തു പറയുന്ന കാര്യങ്ങൾ കോടതിയിലെത്തിയാൽ, അതൊരു കേസായി കോടതിയിലെത്തിയാൽ ആ കേസിന്റെ ഭാവി എന്തായിരിക്കും? അത് വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ചോദ്യമാണ്. നമുക്കതിന് പൂർണ്ണമായിട്ടും അത് ഒരു നിയമ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് മാത്രം അത് ഉത്തരം പറയാൻ കഴിയില്ല. ഇപ്പോൾ കേട്ടെടുത്തോളം ഇപ്പോൾ 3 പേരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ, അതിശക്തമായ തെളിവുകളുടെ ഒരു അഭാവം ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത് സാഹചര്യ തെളിവുകൾ ആണ്. ഈ കേസിലെ പ്രതികൾക്കെതിരെ ഈ പ്രതികളുടെ കുറ്റകൃത്യം തെളിയിക്കുവാനായിട്ട് പോലീസിന് സ്വീകരിക്കാവുന്നത്. ഡയറക്റ്റ് തെളിവില്ല, നേരെ ഉള്ള തെളിവില്ല, സാഹചര്യ തെളിവ്. ഈ സാഹചര്യ തെളിവുകൾ വരുമ്പോൾ തന്നെ നേരത്തെ ശ്രീരാമകൃഷ്ണനും മറ്റും പറഞ്ഞതുപോലെ തന്നെ 1ാം നിലയിലുള്ള ഓഫീസിൻ്റെ ഇടുങ്ങിയ കോണി വഴി ഇത് താഴെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ഗുഡ്സ് വണ്ടിയിൽ കയറ്റുന്നത്, ആ ഗുഡ്സ് വണ്ടിയിൽ കയറ്റുന്നതിന് സമയത്ത് സമീപ പ്രദേശത്തുള്ള കടക്കാർ സാക്ഷിയല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുണ്ടാകാവുന്ന ദുരൂഹത, അതിൽ തെളിവുകളുടെ അഭാവം, ഇതെല്ലാം തന്നെ ചെന്നെത്തുന്നത് പ്രതികളെ കുറ്റവിമുക്തരാക്കുന്ന ഒരു വിധി വരുന്നതിലേക്കാണ്. അതാണ് ഈ മുഴുവൻ ആളുകളെയും ആശങ്കപ്പെടുത്തുന്നത്. ആ ആശങ്ക ദൂരീകരിക്കണമെന്നാണ് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, ഇന്ന് സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവിടെ പ്രകടനം നടത്തിയപ്പോഴും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം കുറച്ചുകൂടെ തൃപ്തികരമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന ആളുകൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വേണമെങ്കിൽ അന്വേഷണത്തിൻ്റെ പരിധി കൊണ്ടുവരാം. ആവശ്യമുള്ളത് സ്വീകരിച്ചാൽ മതിയല്ലോ. ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വിശ്വസനീയമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയണം. ഇപ്പോൾ ചില ആളുകളെ ചോദ്യം ചെയ്യണം, അവർ വന്ന് സ്വമേധയാ മൊഴി വെളിപ്പെടുത്തണം എന്നെല്ലാം പറയുന്നതിന് പിന്നിൽ വേണമെങ്കിൽ രാഷ്ട്രീയപ്പെട്ടൊന്ന് പറയാം. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പൊതുസമാജത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ കാര്യത്തിലെ അന്വേഷണം കുറേ കൂടെ ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ് ഞങ്ങൾ തെളിവെടുപ്പ് നടത്തുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണമെങ്കിൽ ഇന്ന് സുകുമാരൻ പറഞ്ഞ മൊഴിയെങ്കിലും രേഖപ്പെടുത്തുവാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാവണം. ഇവിടെ സുകുമാരന്റെ മൊഴി ഒരു വശത്ത്, നാട്ടുകാരുടെ സംസാരപ്രകാരം പോലും വിദേശ നിർമ്മിത കാറിലാണ് മൃതദേഹം കൊണ്ടുപോയി കുളത്തിൽ തള്ളിയത് എന്ന് പരക്കെ നിലമ്പൂരിൽ സംസാരമുണ്ട്. ഇത് തന്നെയാണ് സുകുമാരനും പറയുന്നത്. അതിൻ്റെ നിറം, ആ കാറിൻ്റെ നിറം തനിക്ക് വ്യക്തമല്ല, ഒരു വെളുത്ത നിറത്തോട് സാദൃശ്യമുള്ള ഒരു നിറമാണ് ആ കാറിന്. ആ കാർ മുന്നോട്ട് പോയ ഉടൻ തന്നെ പുറകെ മറ്റൊരു കാറും വന്നിരുന്നു, 2 കാറിൽ അപ്പോൾ 2-ലധികം ആളുകളുണ്ട്. കുറെ കൂടി വിശ്വസനീയമായ ഒരു കഥയാണ് സുകുമാരൻ്റെ മൊഴിയിലൂടെ പുറത്തു വരുന്നത്. കുറഞ്ഞ പക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഒരു അന്വേഷണമെങ്കിലും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തേണ്ടതല്ലേ? ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമുള്ളവനെ വഴിയെ പേടിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. ഈ പറഞ്ഞതൊക്കെ തെളിവായി എടുത്തുകൊണ്ടുള്ള അന്വേഷണം നടക്കട്ടെ. നടക്കുന്നതിന് ആർക്കവിടെ വിരോധമുള്ളത്? നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതുകൊണ്ടാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തി അതിന്റെ മുകളിലുള്ള ആളുകളെ അന്വേഷണത്തിന് ചുമതലയേൽപ്പിച്ചത്. അവിടെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പിന്നെ സുരേന്ദ്രനും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണനും, ഞാൻ അവരോട് എനിക്ക് വളരെ വിനീതമായി ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവരല്ല പ്രതികൾ, ആര്യാടനും മകനുമാണ് പ്രതി എന്ന് വരുത്തി തീർക്കാനുള്ള ഈ വ്യഗ്രത എന്തിന്റെ പേരില? അത് രാഷ്ട്രീയമല്ലേ?
അത് രാഷ്ട്രീയമാണ് എന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അതിന്റെ മുകളിൽ നിന്ന് ഇറക്കാൻ എങ്ങനെ കഴിയും? അതൊക്കെ സാങ്കേതികമായ വിഷയങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ? അതിന് വ്യക്തമായ തെളിവുണ്ടായാൽ മാത്രമല്ലേ ചാർജ് ഷീറ്റ് പോകുന്നുള്ളൂ. പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട സുരേന്ദ്രനോട് ചോദിക്കട്ടെ, അന്ന് തന്നെയാണല്ലോ മറ്റൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഈ രാധയുടെ സഹോദരൻ ഇതുപോലെ 2 പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായപ്പോൾ ആര്യാടനോട് പരാതി പറഞ്ഞിരുന്നു. ആര്യാടൻ ആ പരാതി ഗവനിച്ചില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് അതേ സെക്കൻഡിൽ തന്നെയല്ലേ ആ ചാനലിലെ മീഡിയയിലെ ആൾ ആ സഹോദരനുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ ആര്യാടനെ കണ്ടു, ആര്യാടനോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ചാനലിന്റെ ഈ സംഭവം ഉണ്ടായ ഉടൻ രാധയെ മിസ്സിംഗ് ആയ മുതൽ, രാധയെ കാണാതായ ദിവസം മുതൽ ഈ 2 ആര്യാടന്മാരുടെ, ആര്യാടൻ മുഹമ്മദിന്റെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും ശരീരഭാഷ ശ്രദ്ധിക്കുമ്പോൾ ആളുകൾക്ക് സംശയം ജനിപ്പിക്കുമെന്നാണ് സുരേന്ദ്രനും ശ്രീരാമകൃഷ്ണനും പറയുന്നത്. കാരണം ഈ സ്വന്തം ഓഫീസിലെ ഉൾപ്പെടെയുള്ള ഒരു ജീവനക്കാരിയെ കാണാതായിട്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ ഇരുവരും ശ്രമിച്ചില്ല, ഇവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ ഇവരെ കാണാതായ വിവരത്തെക്കുറിച്ച് ഒരു പോലീസ് അന്വേഷണത്തിന് മുൻകൈ എടുക്കാൻ ഇരുവരും തയ്യാറായില്ല. ഇതൊക്കെയാണ് സംശയം ജനിപ്പിക്കുന്നത് എന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. ഇല്ലല്ലോ, അദ്ദേഹത്തിന്റെ ആരോപണം തികച്ചും തെറ്റല്ലേ? അദ്ദേഹത്തിന്റെ ആരോപണം തികച്ചും തെറ്റല്ലേ? ആ കാണാതായ സ്ത്രീയെക്കുറിച്ച് മ്യാൻമിസിന് കേസെടുത്തു, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബോഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രതി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് കഴിയുന്നത്. അങ്ങനെയല്ലേ അന്വേഷണം എന്ന് പറയുന്നത് നിരന്തരമായി നടക്കുന്ന ഒരു തുടർ പ്രക്രിയയല്ലേ? അതല്ല ഇവിടെ കുഴപ്പം എന്താ? ഇവിടെ പറ്റിയിട്ടുള്ള കുഴപ്പം യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇതിന് വിനിയോഗിക്കാൻ ആഗ്രഹിച്ച ആളുകൾ. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട ശ്രീരാമകൃഷ്ണനോട് ചോദിക്കട്ടെ, 1969 ജൂലൈ മാസം 26-ാം തീയതി ചുള്ളിയോടിൽ നിലമ്പൂരിന്റെ MLA സഖാവ് കുഞ്ഞാലി കൊലയപ്പെട്ടല്ലോ. നമ്മൾ എന്തിനെ ആര്യാടനെ പ്രതിയാക്കി മാറ്റിയത്? എന്തേ ആ കാശ് തെളിയാതെ പോയത്? ആര്യാടനെ പ്രതിയാക്കി നിർബന്ധപൂർവ്വം രാഷ്ട്രീയമായി ചിത്രവധം ചെയ്യുന്നതിന് വേണ്ടി എടുത്തുള്ള സമീപനമല്ലേ? ആ സമീപനം കൊണ്ടല്ലേ ആ കേസ് തെളിയാതെ പോയത്? ആര്യാടൻ അതിന് പ്രതിയായിരുന്നോ? പിന്നീട് എന്താ ഉണ്ടായത്? 980 വന്നപ്പോൾ അത് തിരുത്തി പറയേണ്ടി വന്നു പാർട്ടിക്ക്. എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ, ഇതിന്റെ യാഥാർത്ഥ്യം തെളിയണം. ആ യാഥാർത്ഥ്യം തെളിയുന്നതിനുള്ള അവസരം ഉണ്ടാകണം. അതല്ലാതെ രാഷ്ട്രീയമായി പുകവറ സൃഷ്ടിച്ച് ആര്യാടനെ പ്രതിയാക്കാൻ ആര്യാടൻ എത്രമാത്രം ആക്ഷേപങ്ങൾ നിങ്ങളുടെ കേട്ടതാ? എത്രമാത്രം ആക്ഷേപങ്ങൾ കേട്ടതാ? ആക്ഷേപം നൽകിയ നിങ്ങൾ തന്നെ അദ്ദേഹത്തെ അവസാനം സ്വീകരിക്കേണ്ടി വന്നില്ലേ? ഇവിടെ ആര്യാടന്മാരെ പ്രതിയാക്കണമെന്ന CPM-ന്റെ ആവശ്യം, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യണമെന്ന CPM-ന്റെ ആവശ്യം രാഷ്ട്രീയ ആവശ്യമാണ്. മുൻപ് കുഞ്ഞാലി വധക്കേസിൽ ഉണ്ടായതുപോലെ കുറെ രാഷ്ട്രീയ നേട്ടം ഇതുകൊണ്ട് ഉണ്ടാക്കാം എന്നല്ലാതെ സത്യം തെളിയില്ല എന്നാണ് NA കരീമിന്റെ ആരോപണം. NA കരീം പറയുന്നത് പോലെയും നിങ്ങൾ പറയുന്നത് പോലെയും ആര്യാടൻ മുഹമ്മദിനെയും ആര്യാടൻ ഷൗക്കത്തിനെയും പ്രതികളാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, CPM-ഉം പറഞ്ഞിട്ടില്ല. അത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ധാർമ്മികമായ ഒരു കേസന്വേഷണത്തിന് നിയമപരമായിട്ടുള്ള രീതികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ചോദിച്ച, അല്ലെങ്കിൽ ഇന്ന് മീഡിയ വൺ പുറത്തു കൊണ്ടുവന്ന ഒരു വിഷയത്തെ കുറിച്ച് കരീമിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. ലോക്കൽ പോലീസിന് മുൻപാകെ സുകുമാരൻ എന്ന് പറയുന്ന അയാൾ മരിച്ചുപോയിട്ടില്ലല്ലോ, അയാൾ ജീവിച്ചിരിക്കുന്ന ആൾ നൽകിയൊരു മൊഴി നിങ്ങളുടെ പോലീസ് പൂഴ്ത്തിവെച്ചത് ആര് പറഞ്ഞിട്ടാണ്? എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം? നിങ്ങളുടെ പ്രവർത്തകന്മാര് പോയിട്ട് മൊഴിയെടുക്കുന്ന സമയത്ത് പോയിട്ട് അവിടെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? അപ്പൊ ഞാൻ പറയുന്നത് ഇന്ന പ്രതിയാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ അത് വിളിച്ച് പറയണ്ട, ഞങ്ങൾ ആളുകളെ പ്രതിയാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിരുത്തരവാദപരമായിട്ട് ഇന്നയാൾ പ്രതിയാണെന്ന് വിളിച്ചു പറയുന്ന ശീലമുള്ള ആളുമല്ല ഞാൻ. ഇവിടെ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഈ IG ഗോപിനാഥിനെ തന്നെ കൊണ്ടുവന്നതിന്റെ പറയുന്നത് കുനിയിൽ ഇരട്ട കൊലപാതകം അന്വേഷിച്ചിട്ട് തുമ്പില്ലാതെ നിങ്ങളുടെ പോലീസ് തയ്യാറാക്കിയ FIR-ൽ പ്രതിയായിട്ടുള്ള ബഷീറിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഗൂഢപ്രവർത്തകർക്കും നേതൃത്വം കൊടുത്ത IG ഗോപിനാഥിനെ തന്നെ ചുമതലപ്പെടുത്തുന്നതിന്റെ പുറകിലുള്ള രഹസ്യം എന്താ? ഇതിൽ അസ്വസ്ഥജനകമായ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാന സന്ദർഭത്തിൽ ഒരിക്കലും സർക്കാരിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും അന്വേഷിച്ച് കണ്ടെത്താൻ പാടില്ല എന്ന വാശിയുള്ളത് കൊണ്ടാണ്. എന്തിനാണ് മാറ്റി നിർത്തപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഈ അന്വേഷണ സംഘത്തിന്റെ പുറകെ നടക്കുന്നത്? ബഹുമാനപുരസരം ഞാൻ ചോദിക്കട്ടെ, എന്ത് അന്വേഷണം വേണം? എന്തിനാണ് ഈ അന്വേഷണ സംഘത്തിൽ മാറ്റി നിർത്തിയ DI ചന്ദ്രൻ കോൺഗ്രസ് ഓഫീസിലെ ഇവിടെ ആയിരിക്കാം? ഞാൻ ചോദിക്കട്ടെ, കരീം, ഞാൻ പറയാത്തൊന്നും എന്റെ നിലയിൽ പറയണ്ട, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കണ്ട.
കോൺഗ്രസ് ഓഫീസിലെ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്ന CI ചന്ദ്രൻ കോൺഗ്രസ് ഓഫീസിലെ ശ്രീരാമകൃഷ്ണൻ ദേവാദിത്യ ശ്രീ എൻ എ കരീം CI ചന്ദ്രനെ അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി സ്ഥലം മാറ്റി. പക്ഷെ പിറ്റേന്ന് തെളിവെടുപ്പിനും മൊഴിയെടുപ്പിനുമെല്ലാം CI ചന്ദ്രന്റെ സാന്നിധ്യം അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വാദം ഇതായിരുന്നു: അദ്ദേഹത്തിന്റെ സാന്നിധ്യം തികച്ചും നിയമപരമാണ് എന്നാണ്. നിയമപരമായിരിക്കാം, പക്ഷേ ധാർമ്മികമായി ഒരു കാര്യത്തിൽ ക്രമക്കേട് കാണിച്ച ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയ ശേഷം ആ അന്വേഷണ സംഘത്തോടൊപ്പം തുടരുകയും തെളിവെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസ്യത തകരുന്നത് ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഈ മന്ത്രിയുടെയും പോലീസിന്റെയും തന്നെയാണ്. അല്ല, അവിടെ CI ചന്ദ്രൻ IG-യും ADGP-യും SP-യും പങ്കെടുത്തപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അത് അവരുടെ നടപടിക്രമങ്ങളെ കുറിച്ച് ഞാൻ പറയുന്ന ആളല്ലല്ലോ, ഞാൻ പറയാൻ ആളല്ല. അദ്ദേഹം ലോക്കൽ CI എന്നുള്ള നിലക്ക് ADGP-യും IG-യും അടക്കമുള്ള ആളുകൾ വരുമ്പോൾ കൂടെ പോകേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെന്താണ് സംഭവിച്ചതെന്ന് അത് അവർ പോലീസ് വ്യക്തമാക്കേണ്ടതാണ്. റൈറ്റ്. എൻ എ കരീമിന് ഇക്കാര്യത്തിൽ സുകുമാരന്റെ മൊഴിയെക്കുറിച്ച് അഭിപ്രായമില്ല. CI ചന്ദ്രൻ അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും അറിയില്ല. ശ്രീ ഉദയഭാനു, ഇപ്പോൾ ഈ നടക്കുന്ന കേസന്വേഷണത്തിന്റെ ദിശ മനസ്സിലാകുമ്പോൾ ഈ കേസന്വേഷണത്തിന്റെ ഭാവി ഏറെക്കുറെ വ്യക്തമാവുകയാണ്. കാരണം ഏതൊക്കെയോ പ്രതികളെ മുൻകൂട്ടി നിശ്ചയിച്ച പോലെയാണ് പ്രതികളുടെ അറസ്റ്റ് ഉൾപ്പെടെ നടക്കുന്നത്. കാരണം പ്രതികളെ എവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പോലും അന്വേഷണ സംഘത്തിന് വെളിപ്പെടുത്താനാവുന്നില്ല. അവർ കീഴടങ്ങിയതാണോ അതോ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയതാണോ എന്ന് പോലും. അത് നമുക്കൊരു പൂർണ്ണമായും അങ്ങനെ അപ്രകാരം ഒരു നിഗമനത്തിലെത്താനുള്ള സമയമായിട്ടില്ല. അത് തികച്ചും അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ എത്തുന്നത് ഒരു പക്വതയില്ലാത്ത സമീപനമായിരിക്കും. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് ഈ ജനങ്ങളുടെ ആകെ തന്നെ ഒരു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അത് പരിശോധിക്കും എന്ന വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്നാൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമീപിച്ചുകൊണ്ട് ഈ അന്വേഷണം മോണിറ്റർ ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള ഉത്തരവ് വാങ്ങാൻ കഴിയാവുന്നതുമാണ്. അതുകൊണ്ട് ഈ ആരെങ്കിലും രണ്ടുപേരെ കണ്ടെത്തി ആ കണ്ടുവച്ച ആളുകളിലേക്ക് മാത്രമായിട്ട് തെളിവുകളുടെ ശേഖരണം നടത്തി അവരിലേക്ക് മാത്രമായിട്ട് ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുകയും മറ്റ ആളുകളെ രക്ഷപ്പെടുത്താനായിട്ടാണ് എന്ന ആക്ഷേപം വരുന്ന ഒരു സാഹചര്യം തെളിയിക്കുവാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അന്വേഷണം ചലഞ്ച് ചെയ്യാവുന്നതാണ്. അത് കോടതി മുമ്പാകെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി ഇടപെടുന്നത് തന്നെയാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആവശ്യമാണ്. ആരാടന്മാരെ ചോദ്യം ചെയ്യണമെന്ന വാദം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അഡ്വക്കേറ്റ് എൻ എ കരീമിൻ്റെ ആരോപണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ളൊരു സംഭവം കയ്യിൽ വന്ന് കിട്ടുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ CPM-ഉം BJP-യും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അന്വേഷണം ഉന്നതരിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അത് ആര്യാടന്മാരിലേക്ക് ആവണം എന്ന് വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ ശരി, മടങ്ങിയെത്താം. എൻ എ കരീം, ഇവിടെ ഒരു ആരോപണങ്ങൾക്കും നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണങ്ങൾക്കും കോൺഗ്രസിനോ താങ്കൾക്കോ മറുപടി ഇല്ലാതാവുകയാണ്. കാരണം സുകുമാരൻ നൽകിയ മൊഴിയെ സംബന്ധിച്ച് താങ്കൾക്ക് കൃത്യമായ നിലപാടില്ല. പോലീസ് പറയുന്ന കഥകളെക്കുറിച്ച് താങ്കൾ പറയുന്നു തുടരന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ സംഭവങ്ങൾ വെളിയിൽ വരുമെന്ന്. ഈ അന്വേഷണം സത്യസന്ധമാണ്, സുതാര്യമാണ് എന്ന് ഇപ്പോഴും താങ്കൾ വാദിക്കുകയാണ്. അല്ല, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് സുകുമാരന്റെ സ്റ്റേറ്റ്മെന്റ് പോലീസ് മുഖവിലക്കെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ വാഹനമുണ്ടെങ്കിൽ ആ വാഹനത്തെ കണ്ടെത്തണം. ആ വാഹനത്തെ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാട്ടുകാർ പ്രചരിപ്പിക്കുന്നതിന് മറുപടി നാട്ടുകാർ അങ്ങനെ പ്രചരിപ്പിക്കുന്നില്ല. രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അവരുടെ കുടുംബാംഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില ആക്ഷേപങ്ങൾ വന്നല്ലോ. ആ ആക്ഷേപങ്ങൾ പിന്നീട് അല്ല എന്ന് തെളിഞ്ഞല്ലോ. വീണ്ടും അതേ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണല്ലോ. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ പ്രതികൾ ആരു തന്നെയാണെങ്കിലും അത് ഏത് അന്വേഷണം നടത്തിയിട്ടാണെങ്കിലും ആ പ്രതികളെ ശിക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവണം. ആ നടപടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഏത് പ്രവർത്തനങ്ങളിലും
സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് എന്റെ പാർട്ടിയുടെ തീരുമാനം. ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരി, സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരി, ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ബ്ലോക്ക് ഓഫീസിലെ ജീവനക്കാരി, ഇവരാണ് കൊല്ലപ്പെട്ടത്. ആ കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് മുകളിൽ ഈ മന്ത്രി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ പാർട്ടിയിലെ അതേ പാർട്ടിക്കാരനായ മന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ ഈ കേസന്വേഷണം സുതാര്യമാകും, സത്യസന്ധമാകും, പക്ഷപാതരഹിതമാകും എന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല പൊതുസമൂഹം. അതുകൊണ്ടാണ് നാട്ടുകാർ സംശയം ഉന്നയിക്കുന്നത്. അല്ലാതെ നാട്ടുകാർ ആര്യാടന്മാരെ പ്രതിയാക്കണം, ആര്യാടൻ ഷൗക്കത്തിനെയും മുഹമ്മദിനെയും പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല. ഇതിൽ ഞാൻ പറയട്ടെ, ഇവിടെ CBI അന്വേഷണം നടക്കുമ്പോൾ അവനവൻ അനുകൂലമായി വിധി വരാഞ്ഞാൽ അവിടെ CBI എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണെന്ന് പറയുകയും ചില CBIയുടെ പരാമർശങ്ങളെ ആഘോഷിച്ച് പ്രകടനം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണാറില്ലേ? അങ്ങനെ ഇരട്ട മുഖം ഞങ്ങൾക്കില്ല. ബഹുമാനപ്പെട്ട വക്കീൽ ഇവിടെ സൂചിപ്പിച്ചു. വക്കീൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് അങ്ങനെ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം വന്നാൽ സുപ്രീം കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാം, അതിന് ഉന്നത കോടതികളിലേക്ക് അതിന് പോകാം. ഞാൻ പറയട്ടെ, അതുവരെ ഈ കേസിനെ സുതാര്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി കൊടുത്തുകൊണ്ട് മിസ്മാനേജ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കൃത്രിമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതറ്റവും വരെ പോകാനുള്ള ഒരു സമീപനം ഉണ്ടാകണം. അതിന് നമുക്ക് കൂട്ടായി യത്നിക്കാം. അതിലെന്താ തർക്കമുള്ളത്? ഇവിടെ CA ചന്ദ്രനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തി. പിന്നീട് തെളിവെടുപ്പിലും മൊഴിയെടുപ്പിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കോൺഗ്രസ് ആസ്ഥാനം, ഈ കൊല നടന്നു എന്ന് പ്രതികൾ സമ്മതിക്കുന്ന കോൺഗ്രസ് ഓഫീസ്, ആ ഓഫീസ് പോലീസിന്റെ അന്വേഷണം നടക്കെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തുറന്നു കൊടുത്തു. ഇപ്പോൾ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ കയറി ഇറങ്ങുന്നു. തെളിവ് നശിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. തെളിവ് ഉണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കപ്പെട്ടേക്കാം. അതുപോലെ മൊഴിയെടുപ്പിൽ, തെളിവെടുപ്പിൽ ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം അതും സ്വാധീനിക്കപ്പെട്ടേക്കാം. ഇത് മറ്റൊരു ഏജൻസി അന്വേഷിക്കുമ്പോൾ എങ്ങനെയാവും ബാധിക്കുക? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വളരെ അക്ഷന്തവ്യമായിട്ടുള്ള ഒരു വീഴ്ച നമ്മുടെ കേരള പോലീസിന് സംഭവിച്ചിട്ടുണ്ട്. ഒരു ക്രൈം നടന്ന സ്ഥലം, ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലം, ആ സീല് ചെയ്ത് ഗാർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിൻ്റെയാണ്, അന്വേഷണം നടത്തേണ്ട പോലീസിൻ്റെ. അവിടെ മറ്റുള്ള ആളുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ടെലിഫോണാണെന്ന് ഇരിക്കട്ടെ, ആ ടെലിഫോൺ പോലും എടുക്കുന്നത്, അല്ലെങ്കിൽ ആയുധങ്ങളാണെങ്കിൽ അത് എടുക്കുന്നത് പോലും അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ പാടുള്ളൂ. കാരണം വിരൽപ്പാടുകളുണ്ടെങ്കിൽ അത് മാഞ്ഞു പോകാനുള്ള സാധ്യതകൾ, അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ കൊലപാതകം നടന്ന സീനാണ് കോൺഗ്രസ് ഓഫീസെങ്കിലും താൽക്കാലികമായിട്ട് ആ ഓഫീസ് പോലീസ് സീൽ വെച്ച് പുറമേ നിന്നുള്ള ആളുകൾ അവിടെ പ്രവേശിക്കാത്ത രീതിയിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അത് ബന്ദോബസ്ത് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഈ ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത്, ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത്. അത് ദൂരീകരിക്കാൻ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബാധ്യതയുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ മാനേജ്മെൻറ്റിന് ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ഏതർത്ഥത്തിലുണ്ടായി എന്നുള്ള ശ്രീ കരീം സൂചിപ്പിച്ചത് ഒരുപക്ഷെ ലോക്കൽ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നതിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അനുഗമിച്ചതാകാം. എന്നാൽ പോലും ഇത്തരം ആരോപണ വിധേയനായ സ്ഥിതിക്ക് തികച്ചു മാറി നിൽക്കാനുള്ളൊരു ബാധ്യത അദ്ദേഹവും മാറ്റി നിർത്താനുള്ള ചുമതല മേൽ ഉദ്യോഗസ്ഥന്മാരും കാണിക്കേണ്ടതായിരുന്നു. റൈറ്റ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഉദയഭാനു, NA കരീം, ശ്രീരാമകൃഷ്ണൻ, K സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.